പ്രിയപ്പെട്ടവരെ, എൻ്റെ സ്വന്തം കവിതയാണ്. ബോൺസായികൾ മരിക്കുന്നില്ല. ബോൺസായികൾ മരിക്കുന്നില്ല, തളർന്നുറങ്ങുകയുമില്ല. കാരണം ഒരിക്കൽ ഛേദിക്കപ്പെട്ട് കഴിയുന്നതോടെ അതിജീവിക്കാൻ പഠിച്ചിട്ടുണ്ടാവുമത്. ഒരിക്കൽ ഛേദിക്കപ്പെട്ട് കഴിയുന്നതോടെ അതിജീവിക്കാൻ പഠിച്ചിട്ടുണ്ടാവുമത്. കത്തിരിച്ച് കളയുന്നവരെ പരിഹസിച്ചുകൊണ്ട് നിറയെ തളിരിടും. വാശിയോടെ വീണ്ടും വീണ്ടും അറക്കപ്പെടുമ്പോഴും തോറ്റു കൊടുക്കാതെ നക്ഷത്ര വെളിച്ചങ്ങളെ കാത്തിരിക്കുമത്. രാവുകൾ പുനഃസംക്രമണം ചെയ്യുമെന്നും പകലുകൾ ഉറങ്ങി എണീക്കുമെന്നും പഠിച്ചു വയ്ക്കും അവർ. ഇലക്കീറുകൾക്കിടയിലെ നക്ഷത്ര വെളിച്ചങ്ങളിലേക്ക് തല നീട്ടുമ്പോഴും പിന്നാലെ വരുന്ന അറബ് കത്തിയെക്കുറിച്ച് അറിയാമതിന്. അതിനാൽ വെളിച്ചത്തിൽ ഭ്രമിക്കാതെ ഇരുട്ടിൽ കരയാതെ നിസ്സംഗരാകും അവർ. അല്പം മാത്രം പുറത്തേക്കിട്ട് അതിലേറെ ഉള്ളിലെടുത്തു വെച്ച് അറവുകാരെ ചതിക്കുമത്. അല്പം മാത്രം പുറത്തേക്കിട്ട് അതിലേറെ ഉള്ളിലെടുത്തു വെച്ച് അറവുകാരെ ചതിക്കുമത്. ആശയും നിരാശയുമില്ലാതെ നിസ്സംഗരായി ഒരു മിനിമം ഗ്യാരണ്ടിയിൽ അവരങ്ങ് ജീവിച്ചു പോകുമ്പോൾ മുരടിച്ചു പോയല്ലോ എന്ന് പരിഹസിക്കരുത്. അനേക തവണ അറക്കപ്പെട്ടിട്ടും മരിച്ചു തീരാത്തതിന് അഭിനന്ദിക്കുക. അനേക തവണ അറക്കപ്പെട്ടിട്ടും മരിച്ചു തീരാത്തതിന് അഭിനന്ദിക്കുക. ഒരു ചെറിയ കവിത കൂടി. കനൽ. മിക്കവാറും നീറിപ്പുകഞ്ഞും ഇടയ്ക്കെങ്ങാൻ കാറ്റത്തൊന്നു തെളിഞ്ഞും ചാരം മൂടി കിടക്കുന്നേ ഉള്ളൂ. അണഞ്ഞു തീർന്നെന്നൊന്നും നീ വെറുതെ വ്യാമോഹിക്കണ്ട. മിക്കവാറും നീറിപ്പുകഞ്ഞും ഇടയ്ക്കെങ്ങാൻ കാറ്റത്തൊന്നു തെളിഞ്ഞും ചാരം മൂടി കിടക്കുന്നേ ഉള്ളൂ. അണഞ്ഞു തീർന്നെന്നൊന്നും നീ വെറുതെ വ്യാമോഹിക്കേണ്ട. മൂടി പുതച്ചിങ്ങനെ കിടന്നിട്ട് ഒടുക്കം ഞാൻ അങ്ങോട്ടൊരാളലുണ്ട്. സകലതും എരിച്ചു കളയാൻ അത് മതി. മൂടി പുതച്ചിങ്ങനെ കിടന്നിട്ട് ഒടുക്കം ഞാൻ അങ്ങോട്ടൊരാളലുണ്ട്. സകലതും എരിച്ചു കളയാൻ അത് മതി.